24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് മഹാവിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിറച്ചുകൊണ്ട് മറ്റൊരു വിഷുക്കാലം കൂടി കടന്നു വരികയാണ്. ഈ ഒരു വിഷു പിറക്കുന്നതിന് മുൻപായിട്ടുള്ള ഈ ഒരു ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന പല ലക്ഷണങ്ങളിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, സാക്ഷാൽ മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ്. ഇതെല്ലാ വീട്ടിലും സംഭവിക്കത്തില്ല. സാക്ഷാൽ മഹാലക്ഷ്മി വരാൻ പോകുന്ന വീടുകളിൽ പ്രകൃതി കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ദാ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ രണ്ടെണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, ഭഗവതി വരും, നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതം ഈ വിഷുവോടുകൂടി എല്ലാ ഐശ്വര്യവും കൊണ്ടുവരും, രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആ ലക്ഷണങ്ങളെ പറ്റി ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ട് ഒന്ന് നോക്കിയേക്കണേ. ഈ 10ൽ എത്ര എണ്ണം കാണുന്നുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കണേ. 10ൽ രണ്ടെണ്ണമെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, മഹാഭാഗ്യമാണ്. രണ്ടെണ്ണം ഉള്ളവരെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവതി വന്നിരിക്കും, നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. എൻ്റെ നാവ് പൊന്നാകും, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഈ വിഷുവിന് മുൻപായിട്ട് ആ നിലവിളക്ക് കത്തിക്കുന്ന സ്ത്രീയുടെ ഇടത് കണ്ണ് തുടിക്കും എന്നുള്ളതാണ്. നിലവിളക്ക് കത്തിക്കുന്ന ആ സ്ത്രീ ആരാണോ വീട്ടിലുള്ള ആ സ്ത്രീയുടെ ഇടത് കണ്ണ് വല്ലാതെ തുടിക്കും. അത് വലിയ ഭാഗ്യ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി പുരുഷന്മാരാണ് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ വലത് കണ്ണ് തുടിക്കും എന്നാണ്. ഈ വിഷു അടുത്തു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സ്ത്രീകൾക്ക് ഇടതു കണ്ണ് തുടിക്കുകയോ പുരുഷന്മാർക്ക് വലതു കണ്ണ് തുടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സൗഭാഗ്യം വരാൻ പോകുന്നതിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാസമയത്ത്, അതായത് ഒരു വൈകുന്നേരമൊക്കെ 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്ത് മൂങ്ങയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കാണും എന്നുള്ളതാണ്. മൂങ്ങ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ്. ഈ മൂങ്ങിയുടെ സാന്നിധ്യം സന്ധ്യാസമയത്ത് കണ്ടു കഴിഞ്ഞാൽ, ഈ വൈകുന്നേരം വിളക്ക് വെക്കുന്ന മഹാലക്ഷ്മി വരുന്ന ആ നേരത്ത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം, ഭഗവതിയെ സ്വീകരിക്കുവാനായിട്ട് ആ വീട് ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വിഷുവോടുകൂടി ഭഗവതി വന്ന് എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കും. സകല ദോഷങ്ങളും മാറുന്നതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം. അപ്പോൾ മൂങ്ങയെ കണ്ടു കഴിഞ്ഞാൽ ആരും ഭയപ്പെടേണ്ട. സന്ധ്യയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ഐശ്വര്യമാണ്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചു തൊഴുന്ന സമയമുണ്ടല്ലോ, നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തൊഴുന്ന സമയം, ആ ഒരു സമയത്ത് നിങ്ങൾ വിളക്ക് കത്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കത്തിച്ചിട്ട് തൊഴുതു നിൽക്കുന്ന സമയത്തോ പല്ല് ചിലക്കുന്നത് കേൾക്കും എന്നുള്ളതാണ്. ഇതൊരു ദിവസമല്ല കേട്ടോ, ഒന്നിലധികം ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിളക്ക് കത്തിച്ച് തൊഴുന്ന സമയത്ത് പല്ല് ചിലക്കുന്നത് കേൾക്കുവാൻ സാധിക്കും. അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത്, ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വിളക്കിന്റെ അടുത്ത് പല്ല് വന്നിരിക്കുകയോ പല്ല് ചിലക്കുന്നതായിട്ട് വിളക്ക് തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും സൗഭാഗ്യമാണ്. മഹാലക്ഷ്മി വരാൻ പോവുകയാണ്. ജീവിതത്തിലെ സകല കഷ്ടപ്പാടും ദുരിതങ്ങളും അവസാനിക്കുവാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇത്. മൂന്നാമത്തേത്. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ലക്ഷണമാണ് ഇത്. എല്ലാവർക്കും കിട്ടത്തില്ല. ചിലപ്പോൾ കോടികളിൽ ഒരാൾക്കായിരിക്കും ഈ ലക്ഷണം കിട്ടുന്നത്. അതായത് ഈ വിഷു അടുത്തിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ സ്വപ്നം കാണും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ നിങ്ങൾ സ്വപ്നം കാണും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു സ്വപ്ന ദർശനം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു ദേവനെ അല്ലെങ്കിൽ ദേവിയെ, ഈശ്വരനെ നിങ്ങൾ സ്വപ്നം കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം നിങ്ങൾ സ്വപ്നം കാണുക,
അത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത്. ഭഗവതി പ്രീതി ഉള്ളതിന്റെ 1-ാം നമ്പർ ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അത്തരത്തിൽ ആരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഭഗവാനെയോ ഭഗവതിയെയോ മഹാദേവനെ, ശ്രീകൃഷ്ണ ഭഗവാനെ, ശ്രീരാമചന്ദ്രനെ ആകാം, ഭഗവതിയെ ആകാം, ആരെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഒരു ഈശ്വര ദർശനം ഉറക്കത്തിൽ കിട്ടുക എന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വിഷുക്കാലം നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ പോകുന്ന ഈ വിഷു പിറക്കുന്നതോടുകൂടി ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിക്കുവാൻ പോവുകയാണ്. ഇതാണ് മറ്റൊരു ലക്ഷണം. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വളരെ ധാരാളം ചിത്രശലഭങ്ങളെ ദിവസവും കാണുവാൻ പറ്റും. നമ്മുടെയൊക്കെ വീടുകളിൽ ചിത്രശലഭങ്ങൾ വരാറുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനെ അല്ല പറയുന്നത്, ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ചിലപ്പോൾ ദിവസം 1-2 ആയിരിക്കും കാണുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളായിട്ട്, ഈ വിഷു അടുത്തു നിൽക്കുന്ന ദിവസങ്ങളായിട്ട് ഒരുപാട് ചിത്രശലഭങ്ങൾ വരുന്നത് വീട്ടിലും മുറ്റത്തും ഈ ഗാർഡനിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വിഷു അടുത്തു നിൽക്കുന്ന സമയത്ത് അത്തരത്തിൽ ധാരാളം പൂക്കളും ധാരാളം ചിത്രശലഭങ്ങളെയും വീട്ടിൽ കാണുന്നത് സമൃദ്ധിയുടെ ലക്ഷണമാണ്. ഭഗവതിയെ വീട്ടിൽ വരവേൽക്കാനായിട്ട് ആ വീടും പ്രകൃതിയും ഒരുങ്ങി എന്നുള്ളതിന്റെ 1-ാം നമ്പർ ലക്ഷണമായിട്ടാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്, ഏറ്റവും വലിയ ഐശ്വര്യം തന്നെയാണ്. ഉടൻ തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ഭാഗ്യം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് പച്ചക്കുതിരയുടെ സാന്നിധ്യമാണ്. നമ്മുടെ വീട്ടിൽ സന്ധ്യ കഴിഞ്ഞാൽ, അതായത് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് മാറിക്കഴിഞ്ഞാൽ പച്ചക്കുതിര അഥവാ പച്ചത്തുള്ളൻ എന്നൊക്കെ ചില നാടുകളിലും പറയാറുണ്ട്. ഇതിന്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. പച്ചത്തുള്ളൻ, പച്ചക്കുതിര എന്നൊക്കെ പറയുന്ന ഈ ഒരു ജീവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടില് വിളക്ക് വെക്കുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഹാളിലോ ഒക്കെ വന്നു കയറുകയാണ്, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ വന്നിരിക്കുകയാണ്. ഇതിനെ സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വിഷു അടുത്തു നിൽക്കുന്ന സമയത്ത് ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് വിഷുവിന്റെ ഭാഗ്യമായിട്ടും കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്. സാക്ഷാൽ ഭഗവതി വരുവാൻ പോകുന്നു. അമ്മ മഹാമായ സമ്പത്ത് സമൃദ്ധിയുടെ ദേവതയായ മഹാലക്ഷ്മി വന്ന് അനുഗ്രഹിക്കുവാൻ പോകുന്നു. ആ വീട് പച്ച പിടിച്ച് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇത്. മറ്റൊരു ലക്ഷണം, അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അണ്ണാൻ വീട്ടിനുള്ളിലോ അടുക്കളയിലോ പ്രവേശിക്കുക എന്നുള്ളതാണ്. സാക്ഷാൽ നാരായണന്റെയും നാരായണിയുടെയും അനുഗ്രഹം ഒരുപോലെ കിട്ടിയിട്ടുള്ള ജീവിയാണ് അണ്ണാൻ എന്ന് പറയുന്നത്. ഈ അണ്ണാൻ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലോ നിങ്ങളുടെ വീട്ടിനകത്തോ ഏതെങ്കിലും കാരണവശാൽ ഓടിക്കയറുകയാണ് എങ്കിൽ അണ്ണാൻ അത്തരത്തിൽ വീടിനുള്ളിൽ കൂടി ഓടിപ്പോകുന്നത് കാണുകയാണ്. നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ ഓടിപ്പോകും, പക്ഷേ അത്തരത്തിൽ വീടിനുള്ളിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സൗഭാഗ്യമാണ്. ഭഗവാനെ സ്വീകരിക്കുവാൻ, ഭഗവതിയെ സ്വീകരിക്കുവാനായിട്ട് ആ വീട് ഒരുങ്ങി എന്നതിന്റെ ലക്ഷണമാണ്. സാക്ഷാൽ നാരായണനും അമ്മ മഹാറാണിയും മഹാലക്ഷ്മിയും ആ വീട്ടിൽ വരാൻ പോകുന്നു. വീട്ടിലുള്ളവരിൽ സംതൃപ്തരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് ലക്ഷണശാസ്ത്രം ഇതിനെ കണക്കാക്കുന്നത്. ഈ ഒരു കാര്യം കണ്ടാലും ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് കരുതുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ വെളുപ്പിനെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ കുയിലിന്റെ ശബ്ദം കേട്ടു ഉണരും എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും സംഭവിക്കില്ല. നമ്മൾ നന്നായി ഉറങ്ങുന്ന സമയമാണ് ഈ വെളുപ്പിനൊക്കെ എന്ന് പറയുന്നത്. ആ ബ്രഹ്മ മുഹൂർത്ത സമയം എന്നൊക്കെ പറയുന്ന എല്ലാവരും ഒന്നും ഉറക്കം എഴുന്നേൽക്കുന്ന നേരമല്ല. പക്ഷേ കുയിലിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കും എന്നുള്ളതാണ്. കുയിൽ അത്തരത്തിൽ ശബ്ദമുണ്ടാക്കി നിങ്ങളെ ഉണർത്തും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉറക്കം എഴുന്നേറ്റ് നിങ്ങൾ വീട്ടുജോലിയോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ പറയുന്നത് ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആ കുയിലിന്റെ നാദം കേൾക്കും. നിങ്ങളുടെ ആ ഒരു ബോധം തിരിച്ചു വരും. ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണരും. ചില ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഉണർന്ന് രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് പോകും. മറ്റുള്ള ചില
ആളുകൾ അത് കേട്ടുകൊണ്ട് ഉറങ്ങുകയും ചെയ്യും. പക്ഷേ അത്തരത്തിൽ കുയിൽ വിളിച്ച് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ കുയിലിന്റെ ശബ്ദം കേട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുവാൻ സാധിച്ചാൽ അപ്പോൾ എഴുന്നേറ്റ് പോയി നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്നതിന്റെ ഐശ്വര്യം ആ വീട്ടിൽ കിട്ടും. നിങ്ങൾ ഏതു കാര്യം ഭഗവതിയോട് അങ്ങനെ നിങ്ങളെ കുയിൽ വിളിച്ച് എഴുന്നേൽപ്പിച്ച ആ ഒരു കുയിലിന്റെ നാദം കേട്ട് എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യം. മഹാലക്ഷ്മി പ്രീതിയുള്ള വീടുകളിൽ, മഹാലക്ഷ്മി വാസമുള്ള വീടുകളിൽ, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വ്യക്തികൾ, ഈശ്വരാധീനമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. കേൾക്കുന്നത് തന്നെ മഹാഭാഗ്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ നാളും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.